ഒരാഴ്ച മുൻപാണ് മുറിവാലൻ കൊമ്പനും ചക്കക്കൊമ്പനും തമ്മിൽ ചിന്നക്കനാലിൽ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഈ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് മുറിവാലന്റെ പിൻഭാഗത്തായി മുറിവേറ്റത്. ആ ഷീറ്റിട്ട് മൂടിയിരിക്കുന്ന ഭാഗത്താണ് ആ മുറിവുള്ളത്. നട്ടലിന് വശത്തായി വാലിന് സമീപത്തുള്ള ആഴത്തിലുള്ള മുറിവിന് ശേഷമാണ് മുറിവാലൻ കൊമ്പൻ അവശനായി തുടങ്ങിയത്. ഇവിടെ ചിന്നക്കനാൽ വിലക്കിന് സമീപമുള്ള 60 ചോല എന്ന് പറയുന്ന ഭാഗത്ത് ഈ ആനയെ വളരെ അവശ നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ ഈ ഒരു പാറയോട് ചേർന്ന് ചരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മുറിവാലൻ കൊമ്പൻ. ഭക്ഷണമോ വെള്ളമോ ഒന്നും സ്വന്തം നിലയിൽ കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ആനയ്ക്കുണ്ടായിരുന്നത്. അതോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാനും പറ്റില്ലായിരുന്നു. കാരണം ആനയുടെ ഒരു മുൻകാല് വീണതിന്റെ ആഘാതത്തിൽ വളരെയധികം ക്ഷതമേറ്റ് പിന്നിലേക്ക് ഒടിഞ്ഞ നിലയിലായിരുന്നു. തേക്കടിയിൽ നിന്നും ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ആനയ്ക്ക് ചികിത്സ നൽകി. മുറിവിൽ നിന്നുണ്ടായ അണുബാധ കുറയാനുള്ള ചികിത്സയാണ് നൽകിയത്. ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ആനയ്ക്ക് നൽകിയെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് ആനയുടെ ചികിത്സ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പാനൽ ഏറ്റെടുക്കാനിരിക്കെയാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ മുറിവാലൻ കൊമ്പന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. കഴിയാവുന്ന മരുന്നുകളെല്ലാം കൊടുത്തു, ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആദ്യം കൊടുത്തു. ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഡയഗ്നോസ്റ്റിക് സാധനങ്ങളൊക്കെ നോക്കി അങ്ങനത്തെ ഒന്നും കാട്ടിൽ അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ചെയ്യാവുന്ന ബേസിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ രാത്രിയായപ്പോഴത്തേനും വെളുപ്പിനായപ്പോഴത്തേനും ആള് പോയി. ഈ കാണുന്ന മുറിവാലൻ ചിന്നക്കനാലിലുള്ള 3 കൊമ്പന്മാരിൽ അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള 3 കൊമ്പന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ആനയാണ്. ഇതിന് താഴെയാണ് ചക്കക്കൊമ്പൻ വരുന്നത്. അരിക്കൊമ്പനായിരുന്നു ഇവിടെ ഏറ്റവും പ്രായക്കുറവുള്ള ആന. ഈ പ്രായാധിക്യം മൂലം ഉണ്ടായിരുന്ന അവശതകൾ ഇതിനുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ആനയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബാധിക്കാത്ത തരത്തിലായിരുന്നു. ചിന്നക്കനാലിൽ ആദ്യമായിട്ടാണ് ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു ആന മരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത്. ഇനിയിപ്പം എക്സ്പെർട്ട് ടീം വന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നെ ജഡം മറവുകയാണ് ചെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരത്തോട് കൂടി തന്നെ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് വളരെ പ്രയാസപ്പെട്ട ഉള്ളൊരവസ്ഥയിലേക്ക് ആന മാറിയിരുന്നു. ഇന്നലെ പുറത്തുനിന്നും വണ്ടിയിൽ കുടിവെള്ളം എത്തിച്ച് ഓസ് വഴിയാണ് ആനയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ തന്നെ ആന വളരെയധികം അവശനായ ഒരു നിലയിലായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ ആന ചരിഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് വനംവകുപ്പ് അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് തന്നെ ആയിരിക്കും ആനയുടെ ശരീരവും മറവ് ചെയ്യുക. ചില മേഖലകളിൽ കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഈ ആനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ആനകളോടൊരു വൈരാഗ്യം എന്ന നിലയിലൊന്നും ഈ നാട്ടുകാർക്ക് ആർക്കും ഇല്ലായിരുന്നു. ഏതായാലും മറ്റൊരു വണ്ടി കയറി എത്തി ഈ ആനയുടെ ശരീരം പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു അതിന് പറ്റിയൊരു ടെറൈൻ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ആനയെ ഇവിടെ തന്നെ സംസ്കരിക്കാനാകും സാധ്യത.